നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലും വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ കോളിളക്കം സൃഷ്ടിച്ച വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം വ്യാപിപ്പിക്കുന്നു. കേസിൽ ആരോപണ വിധേയനായ ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണൻ SITയുടെ ഔദ്യോഗിക ചോദ്യം ചെയ്യലിന് തൊട്ടുമുന്നേ ഡിവൈഎഫ്ഐ ഭാരവാഹിത്വം ഒഴിഞ്ഞതാണ് ഏറ്റവും പുതിയ നിർണായക നീക്കം. ശനിയാഴ്ചയാണ് അദ്ദേഹം വടകര ബ്ലോക്ക് പ്രസിഡന്റ് പദവി രാജിവെച്ചത്. അതേസമയം ഭാരവാഹിത്വം ഒഴിഞ്ഞെങ്കിലും റിബേഷ് ബ്ലോക്ക് കമ്മിറ്റി അംഗമായി സംഘടനയിൽ തുടരും. UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ഊർജിതമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ രാജി. നിലവിൽ വടകര SP ഓഫീസിലേക്ക് വിളിപ്പിച്ചാണ് റിബേഷ് രാമകൃഷ്ണനെ SIT ചോദ്യം ചെയ്യുന്നത്. നേരത്തെ കേസ് അന്വേഷിച്ച മുൻ അന്വേഷണ സംഘവും റിബേഷിനെ ചോദ്യം ചെയ്തിരുന്നെങ്കിലും തനിക്ക് എവിടെ നിന്നാണ് ഈ സ്ക്രീൻഷോട്ട് ലഭിച്ചതെന്ന ഉറവിടം വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. തുടർന്ന് സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് കാണിച്ച് മുൻ പോലീസ് സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകി കേസ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് ഭരണം മാറിയതോടെ SIT രൂപീകരിക്കുകയും DIG യതീഷ് ചന്ദ്രയുടെ മേൽനോട്ടത്തിൽ റൂറൽ SP T ഫറാഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ശാസ്ത്രീയമായ സൈബർ അന്വേഷണം ഊർജിതമാക്കുകയുമായിരുന്നു. ഇത്തരത്തിൽ നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് DYFI തിരുവള്ളൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗവും വടകര സ്ക്വാഡ് എന്ന സൈബർ ഗ്രൂപ്പിന്റെ അഡ്മിനുമായ ജിതിൻ ഭാസ്കറിലേക്ക് SIT എത്തിയത്. CPM അനുകൂല വാട്സ്ആപ്പ് ഗ്രൂപ്പായ വടകര സ്ക്വാഡിൽ നിന്നാണ് കാഫിർ സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിച്ചതെന്നാണ് പുതിയ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വിവാദമായ ഈ ചിത്രം ആദ്യം പങ്കുവച്ചത് വടകര സ്ക്വാഡ് എന്ന ഗ്രൂപ്പിലായിരുന്നു. ഈ ഗ്രൂപ്പിന്റെ അഡ്മിനും DYFI നേതാവുമായ ജിതിൻ ഭാസ്കറുടെ ഫോൺ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. റിബേഷ് രാമകൃഷ്ണന് ഈ വിവാദ സ്ക്രീൻഷോട്ട് ലഭിച്ചത് ജിതിൻ ഭാസ്കറിൽ നിന്നാണെന്ന വ്യക്തമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ജിതിനെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുകയും ഇയാളുടെ മൊബൈൽ ഫോൺ SIT കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ഈ ഫോൺ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. റിബേഷ് രാമകൃഷ്ണനും ജിതിനും പുറമെ അമ്പാടിമുക്ക് സഖാക്കൾ, ഫേസ്ബുക്ക് പേജ് അഡ്മിൻ മനീഷ്, റെഡ് വോളണ്ടിയേഴ്സ് ബറ്റാലിയൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ അംഗമായ അതുൽ എന്നിവരെയും വടകര ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. വിവാദമായ സ്ക്രീൻഷോട്ട് ആദ്യം പങ്കുവെക്കപ്പെട്ടത് ഇത്തരം ഇടതനുകൂല ഗ്രൂപ്പുകളിലാണെന്ന കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെയും ചോദ്യം ചെയ്യുന്നത്. മുൻപ് പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ എന്നീ സൈബർ ഗ്രൂപ്പുകളുടെ അഡ്മിനുകളെ മാത്രം ചോദ്യം ചെയ്ത് ഒതുക്കിയ സ്ഥാനത്താണ് ഇപ്പോൾ സ്ക്രീൻഷോട്ട് ആദ്യം ഷെയർ ചെയ്ത റിബേഷ് ഉൾപ്പെടെയുള്ളവരിലേക്ക് SIT അന്വേഷണം നീളുന്നത്. സംഭവം നടന്ന സമയത്ത് LDF നൽകിയ പരാതിയിൽ MSF നേതാവ് മുഹമ്മദ് കാസിമിനെതിരെ കേസെടുത്തെങ്കിലും അദ്ദേഹത്തിന് പങ്കില്ലെന്ന് ഹൈക്കോടതി കണ്ടെത്തുകയും പ്രതികളെ കിട്ടാത്തതിനാൽ പോലീസ് അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഭരണമാറ്റത്തിന് പിന്നാലെ പാറക്കൽ അബ്ദുള്ള MLA നൽകിയ പരാതിയെ തുടർന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് റൂറൽ SPയുടെ നേതൃത്വത്തിൽ 8 അംഗ പുതിയ SIT രൂപീകരിക്കുകയായിരുന്നു. എന്നാൽ SITയിൽ ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും CPM ആഭിമുഖ്യമുള്ളവരാണെന്ന് യൂത്ത് കോൺഗ്രസ് ഇതിനിടയിൽ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. മേൽനോട്ട ചുമതലയുള്ള വടകര റൂറൽ SP നേരത്തെ ഈ കേസ് നേരായ രീതിയിൽ അന്വേഷിക്കാത്ത വ്യക്തിയാണ്. അന്വേഷണ സംഘത്തെ മാറ്റണമെന്നതായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. സംഘത്തിലെ CAയും SAമാരും നേരത്തെ CPM ഇംഗിതത്തിനായി പ്രവർത്തിച്ചവരാണെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് വടകരയിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി പറമ്പിലിനെതിരെ എന്ന വണ്ണം LDF കേന്ദ്രങ്ങളിൽ നിന്ന് കാഫിർ പ്രയോഗമുള്ള വ്യാജ സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിച്ചത്.